والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. ورفعنا لك ذكرك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇല്യാസ് ജുമാ മസ്ജിദ് കൽക്കട്ട ഇതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു. അതിന് അനുബന്ധിച്ചുള്ള ബൃഹത് ബുർദ മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല ഖൈറായ നിലയിൽ പൂർത്തിയാക്കി തരുമാറാവട്ടെ. സുദീർഘമായൊന്നും പറയാൻ പോകുന്നില്ല. ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപസംഹാരം ഞാൻ നിർത്തുന്നു. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മദ്ഹ് പറയൽ അത് നിങ്ങളുടെ ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ്. മാത്രമല്ല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും എല്ലാ രോഗത്തിനും ശമനം നൽകാനും ഏറ്റവും വലിയൊരു മരുന്നാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള മദ്ഹ്. ആ മദ്ഹുകളുടെ കൂട്ടത്തിൽ വെച്ച് ആ മദ്ഹുകളുടെ നേതാവായ ഖസീദത്തുൽ ബുർദ അഥവാ ഖസീദത്തുൽ ബുർദ എന്ന ഒരു മദ്ഹിനെയാണ് നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത്. ആ മദ്ഹ് തുടങ്ങുന്നതിന് മുമ്പ് അതിന് അനുബന്ധിച്ചുള്ള ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതായി കാണാം, വറഫഅനാ ലക ദിക്റക. നബിയെ തങ്ങളെ നിങ്ങളുടെ പേർ നിങ്ങൾ ഉയർത്തിയിരിക്കുന്നു. മാത്രമല്ല ഭൂമിവാസികളും ആകാശവാസികളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയും. നാം ഇന്ന് ഇവിടെ കൂടിയതും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനാണ്. മാത്രമല്ല ഇതിന്റെ ഈ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് നിലനിൽക്കുന്ന ഒരു സമൂഹം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത് ചെയ്യുന്ന ഒരു കൂട്ടത്തിന് ഞങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഇതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ അത് തീരുകയില്ല, എഴുതിയാലും അത് തീരുകയില്ല. പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദയിൽ തന്നെ പറഞ്ഞ ഞങ്ങൾക്ക് കാണാം, ഫഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുറിബ് അൻഹു നാതിഖും ബിഫമി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാനോ അഥവാ എഴുതി തീർക്കാനോ ആർക്കും കഴിയില്ല. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, അത് ഒരിക്കലും നുണയാവുകയില്ല. അതുകൊണ്ട് ആ ബുർദയുടെ ആ മദ്ഹയുടെ സദസ്സിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. ആ വേദിയിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നമുക്ക് ലളിതമായി മനസ്സിലാക്കുന്ന പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, ഇസ്ലാമിൽ നിർബന്ധ മതപരിവർത്തനമില്ല.
എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമായവൻ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ, അതായത് സന്തുഷ്ട പ്രകാരം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവൻ പറയേണ്ട ഒരു വാക്കാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് കൂടെ പറയണം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അവൻ പരിപൂർണ്ണ മുസ്ലിമാവുകയുള്ളൂ. അല്ലാഹു തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത സ്ഥാനത്തിനെ ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേതായി ഞാൻ പറയാൻ പോകുന്നത്, മുസ്ലിമീങ്ങൾ അവന്റെ ബുദ്ധി സ്ഥിരതയുള്ള കാലത്തോളം വഹിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നിസ്കാരം. ആ നിസ്കാരം അത് അല്ലാഹുവിനോടുള്ള ഒരു സംസാരമാണ്, അല്ലാഹുവിനോടുള്ള ഒരു മുനാജാത്താണ്. അതിൽ അല്ലാഹു അല്ലാത്ത മറ്റ് ആരോടും നിങ്ങൾ ബന്ധപ്പെട്ടാൽ സംസാരിച്ചാൽ ആ നിസ്കാരം തന്നെ ബാത്തിലാകുന്നതാണ്. പക്ഷേ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സലാം പറഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം തന്നെ ബാത്തിലാകുന്നതാണ്. ഇതിലൂടെയും ഞങ്ങൾക്ക് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത സ്ഥാനത്തിനെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് നോക്കിയാൽ നമ്മുടെ പള്ളിയിൽ വിളിക്കുന്ന അഞ്ച് വക്ത് വിളിക്കുന്ന ബാങ്ക്, ആ ബാങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ബാങ്ക് സ്വഹീഹ് ആവുകയില്ല. മാത്രമല്ല ഈ ഭാഗ്യം എന്നുള്ളത് ഒരു പ്രാവശ്യം മാത്രമല്ല കൊടുക്കുന്നത്. ഈ ഭാഗ്യ ദുനിയാവിടെ 24 മണിക്കൂറിലും ഓരോ പള്ളിയിൽ നിന്നും, ഓരോ ഭാഗത്തിൽ നിന്നും, ഓരോ രാജ്യത്തിൽ നിന്നും ഈ ഭാഗ്യ വിളിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഒരു പള്ളിയിൽ നിന്ന് ഒരു ദിവസത്തിൽ 10 പ്രാവശ്യം വിളിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനം അത്രയും വലുതാണ്. മാത്രമല്ല ഈ ഭാഗ്യം എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല. കൽക്കട്ടയിൽ ഇശാ ഭാഗ്യം കൊടുത്തത് 8:19 കാസർഗോഡിൽ കൊടുക്കുന്നത് മറ്റൊരു സമയത്താണ്, തിരുവനന്തപുരത്ത് കൊടുക്കുന്നത് മറ്റൊരു സമയത്താണ്, ബാംഗ്ലൂരിൽ കൊടുക്കുന്നത് മറ്റൊരു സമയത്താണ്. അങ്ങനെ പല പല രാജ്യത്തിൽ പല പല സമയത്തിലാണ് ബാങ്ക് വിളിക്കുന്നത്. അത്രയുമേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല സ്ഥാനം ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ജുമുഅ ദിവസം നാളെ നടക്കാൻ പോകുന്ന ഖുത്ബ, ആ ഖുത്ബയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ആ ഖുത്ബ സ്വഹീഹ് ആവുകയില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കേണ്ട പല സ്ഥാനങ്ങളുമുണ്ട്. അല്ലാഹു തആല ഞങ്ങൾക്ക് നല്ല നിലയിൽ സ്വലാത്ത് അധികരിപ്പിക്കാനും സ്വലാത്ത് ചൊല്ല് ഇങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലെങ്കിലും കിനാവിലൂടെ കാണാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നടക്കാൻ പോകുന്ന ബുർദയുടെ എല്ലാ മിസ്ല സവാബ് ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപസംഹാരം ഞാൻ നിർത്തുന്നു. ആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.